നിങ്ങൾ സൗഹൃദത്തിലാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് സൗഹൃദത്തിലായിരിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. നല്ലൊരു സമയം വരുന്നതും കാത്തിരിക്കരുത്. ഏറ്റവും അനുയോജ്യമായ സമയം എന്നൊന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ അത് ഇപ്പോൾ ചെയ്യുക. പരാജയങ്ങളും ദുരിതങ്ങളും ഈ ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ ഓർക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ അത് ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുന്നോട്ട് വിടുന്നത്. നമ്മൾ ചെയ്ത ദ്രോഹവും നമ്മൾ കൊടുത്ത മതിപ്പും നമ്മൾ ചെയ്ത ദാനവും നമ്മൾ ചെയ്തതിനേക്കാൾ ഭംഗിയായി ഒരു നാൾ നമുക്ക് തന്നെ തിരികെ ലഭിക്കും. ഓർമ്മയോടെ ജീവിക്കുക. ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മനിരതനായിരിക്കുക. കർമ്മത്തിന് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ ഇതുവരെ കടന്നു പോയിട്ടില്ല എന്നതാണ് സത്യം. ക്ഷമ അത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ജീവിതം ഒരു ഓട്ട മത്സരമാണ്. അവിടെ വിജയിക്കുന്നവർ ആദ്യമെത്തുന്നവർ അല്ല, അവസാനം വരെ ഓടുന്നവരാണ്. നമ്മുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടേക്കാം, പക്ഷേ ശ്രമം ഉപേക്ഷിക്കരുത്. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. ചെറുതാണ് എന്നു കരുതി കുരുമുളകിനെ പുച്ഛിക്കരുത്. അത് എത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും. മറ്റുള്ളവരുടെ നേട്ടം കണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല. സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയെടുത്താലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല. ശാന്തമായി ഉറങ്ങാനാവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും കൂട്ടത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളെയും നിയന്ത്രിക്കുക. നിങ്ങൾക്ക് സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ്. തൊട്ടാൽ വാടും എന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്.